കുറേ ആൾക്കാരുണ്ടല്ലോ, അന്തം കമ്മി അന്തൻ മറ്റേ സംഗി എന്നൊക്കെ പറയുന്ന പോലെ ചുമ്മാതെ കിടന്നിട്ട് പറയാണ്, ഓ മോഡി തിരിച്ചടിച്ചു, മോഡി ഇങ്ങനെ ചെയ്തു, മോഡി അങ്ങനെ ചെയ്തു. എന്തുവാ ഈ തിരിച്ചടിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? എങ്ങോട്ടായി അടിക്കുന്നത്? എന്തെങ്കിലും അടിച്ച് ഉണ്ടാക്കാൻ പറ്റുമോ? അയാൾ ചൈനയ്ക്കെതിരെയുള്ള മറ്റേ ടാരിഫ് വരെ പുള്ളി നിർത്തിവെച്ചു. പുള്ളിയുടെ ഒരു സ്ട്രാറ്റജിയാണ് അത്. പുള്ളിക്ക് ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് ഈ ട്രേഡിങ് പരിപാടിയൊക്കെ ഉണ്ട് പുള്ളിക്ക്. അപ്പോൾ മാർക്കറ്റിനെ മൂവ് ചെയ്യാന്നുള്ളതാണ് അയാളുടെയും മറ്റേ പുട്ടിൻ്റെയും പിന്നെ ജിൻപിങ്ങിൻ്റെയും ഇവരുടെയൊക്കെ സ്ട്രാറ്റജി. ജിൻപിങ് എന്ന് പറയുന്നത് പുള്ളി ഭയങ്കര സൈലൻറ്റ് കില്ലറാണ്. പുള്ളി വലുതായിട്ടിങ്ങനെ പ്രത്യക്ഷപ്പെടാതെ പുള്ളി അണ്ടർഗ്രൗണ്ടിൽ നിന്ന് പുള്ളിയുടെ നാട്ടിലെ ഫൈനാൻസ് മിനിസ്റ്ററേയും ഒക്കെ വെച്ചുകൊണ്ട് പുള്ളി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ നമ്മുടെ ആൾക്കാരുണ്ടല്ലോ, സംഭവമാണ്. എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓരോ മലയാളി അല്ലെങ്കിൽ ഓരോ ഇന്ത്യക്കാരൻ ഈ അമേരിക്കയിലും UK-യിലൊക്കെ ഉള്ള ഓരോ ഇന്ത്യക്കാരോടൊക്കെ ചോദിച്ചാൽ അറിയാം ഇതിൻ്റെയൊക്കെ വിഷമം. ഈ വിളിച്ചു പറഞ്ഞ് ഈ മറ്റേ ഷോ കാണിച്ച് ജോഷ് ഹേ എന്നൊക്കെ പറയുന്ന ഈ സംഭവം ഉണ്ടല്ലോ, അതൊക്കെ സിനിമ ഇതിലൊക്കെ കൊള്ളാം. പിന്നെ മറ്റേ വേറെ ഒരാളുണ്ട്, മറ്റേ കണ്ണിൽ ലേസറായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. ഭയങ്കര സംഭവമാണ്, ഭയങ്കരമാണെന്നാണ് പറയുന്നത്. എങ്ങോട്ടായി ഭയങ്കര എന്താ കാണിക്കുന്നത്? ഇപ്പോൾ റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കുന്നു എന്ന് പറയുന്നു. അത് നമ്മുടെ നാടിൻ്റെ സാമ്പത്തികത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കുന്നത്.